ഒന്നുകൂടി വീണ്ടും ഹിന്ദുവിനെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ്. നമുക്കറിയാം, പലപ്പോഴും ഹിന്ദു വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇതര മതസ്ഥർ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ ഇടാറുണ്ട്. അത്തരത്തിലൊരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നത്. ടോയ്ലറ്റിന് മുകളിൽ അമ്പലപ്രാവ് വന്നിരുന്നു, ഇനി ഇത് ശിവക്ഷേത്രമാണ് എന്ന് കരുതി പൊളിച്ചു മാറ്റേണ്ടി വരുമോ എന്ന തരത്തിൽ ഹിന്ദുവിനെ അധിക്ഷേപിക്കുന്ന തരത്തിലൊരു വർഗീയ പരാമർശം നടത്തിയിരിക്കുകയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകൻ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറും മലപ്പുറം സ്വദേശിയുമായ അബ്ദുൾ റഷീദ് കരിയത്താണ് ഹിന്ദു വിശ്വാസങ്ങളെ പരിഹസിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. തന്റെ വീട്ടിലെ ടോയ്ലറ്റിന്റെ മുകളിൽ അമ്പലപ്രാവ് വന്നിരുന്നുവെന്നും ഇനി അമ്പലമാണ് എന്ന് കരുതി അത് പൊളിച്ചുമാറ്റി ക്ഷേത്രം പണിയാനുള്ള വിധി വരുമോ എന്നിങ്ങനെ വിശ്വാസങ്ങളെയും കോടതി വിധിയെയും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 1-ാം തീയതിയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ തിരൂർ പ്രാദേശിക ക്യാമ്പസിലെ അധ്യാപകനാണ് അബ്ദുൾ റഷീദ്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അമ്പലപ്രാവ് എന്റെ കക്കൂസിൽ വന്നിരിക്കുന്നു. ശിവ ശിവ, കക്കൂസ് പൊളിച്ച് അമ്പലം പണിയാനുള്ള വിധി വരുമോ എന്തോ. മേരെ പ്യാരെ ദേശവാസിയും, താഴെ വെളുത്ത നിറത്തിൽ കാണുന്നത് ശിവലിംഗം മറിച്ചിട്ടതല്ല, ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിച്ചെന്നും ധ്യാനിച്ചിരിക്കുന്ന പവിത്രമായ സ്ഥലമാണ്. അക്ബറിന്റെയോ ടിപ്പുവിന്റെയോ ഭരണകാലത്ത് നിർമ്മിച്ചതല്ല, കക്കൂസ് നിർമ്മിക്കാൻ പെട്രോൾ വില കൂട്ടിയ കാലത്തെ നിർമ്മിതിയാണ്. വല്ലാത്തൊരു വിധി. മുഗൾ ഭരണാധികാരികൾ തകർത്ത ആരാധനാലയങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ കണ്ടെത്തലുകളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഹിന്ദുവിനെ അവഹേളിക്കുന്ന പോസ്റ്റുകൾ ഇടാൻ മുസ്ലിം ഐഡികളിൽ ഉള്ളവർ തുനിയുന്നത് എന്ന തരത്തിൽ നിരവധി കമന്റ്സുകൾ വരികയാണ്. അയോധ്യയുടെ കാര്യത്തിൽ, കുത്തബ് മിനാറിന്റെ കാര്യത്തിലൊക്കെ ഇതെല്ലാം തുറന്നു പറഞ്ഞത് ഒരു മുഹമ്മദ് തന്നെയാണ് എന്നതാണ് ഇവരാരും മനസ്സിലാക്കാത്തൊരു കാര്യം. റഷീദിനെ പോലെ തന്നെ ഇസ്ലാമിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കെ മുഹമ്മദ്. എന്നാൽ കേരളത്തിലെ റഷീദുമാർക്കും സുലൈമാൻമാർക്കും ഇനിയും നേരം വെളുത്തിട്ടില്ല. ഇടട്ടെ, അവർ അവരുടെ പോസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ. ഹിന്ദുവിനെ അപമാനിക്കാൻ അവർ എത്ര പോസ്റ്റ് വേണമെങ്കിലും വിട്ടോട്ടെ. സത്യങ്ങൾ എത്ര കുഴിച്ചു മൂടിയാലും അത് ഉയർന്നു വരിക തന്നെ ചെയ്യും. രാമക്ഷേത്രം ഉയർന്നപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു. രാമനെ ആരാധിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ഒക്കെ പ്രതിഷേധിച്ചത് മുസ്ലിം പള്ളി പൊളിച്ചിട്ട് അവിടെ പണിഞ്ഞ ക്ഷേത്രത്തിൽ രാമനെ പ്രതിഷ്ഠിക്കുന്നതിന് എതിരെയാണ്. അവിടെ നേരത്തെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നത് സൃഷ്ടിയല്ലേ എന്ന അഭിപ്രായങ്ങൾ ഉയർന്നപ്പോഴാണ് പുരാവസ്തു ഗവേഷകനായ കെ മുഹമ്മദും അദ്ദേഹത്തിന്റെ വാക്കുകളും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർ കേൾക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് അവിടുത്തെ തൂണുകളെ കുറിച്ചാണ്. പള്ളിയുടെ തൂണുകൾ ക്ഷേത്ര തൂണുകളായിരുന്നു, അതെങ്ങനെ അറിയും, എല്ലാ തൂണും ഒരുപോലെയല്ലേ എന്ന് ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞത് ചരിത്ര ഗവേഷകന്മാർ അതിന് പ്രാവീണ്യം സിദ്ധിച്ചവരാണെന്നും എത്രമാത്രം പഴക്കമുണ്ട് എന്ന് ഈ നിർമ്മിതിക്കെന്നും തിരിച്ചറിയാൻ അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ്. സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് എന്നതായിരുന്നു അതിന് പറയുന്ന പേര്. ശാസ്ത്രീയത നോക്കാതെ ശൈലി കണ്ട് മനസ്സിലാക്കിയ കഥയും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. പൂർണ്ണകലശം കൊത്തിയ തൂണുകൾ, അത് അഷ്ടമംഗല ചിഹ്നമാണ്. ഹിന്ദു മതത്തിന്റെ ഒരു ആചാരനെ ഇന്നും ഹിന്ദു സമൂഹം സ്വീകരിക്കുക ഹാരാർപ്പണം നടത്തിയോ പട്ടുപുതപ്പിച്ചോ അല്ല, എന്നാൽ പൂർണ്ണകലശം നൽകിയാണ് സ്വീകരിക്കുക. ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും അതൊരു ക്ഷേത്രമാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. ആ കണ്ടെത്തലുകളെ അവഹേളിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നത്. ഇപ്പോഴും പലരും, ഒരു മതവിഭാഗം ഇപ്പോഴും കരുതുന്നത് ഇത് ഹിന്ദു ക്രിയേറ്റ് ചെയ്ത ഒരു സൃഷ്ടിയാണ്, ഒരു കഥയാണ് എന്നതാണ്. എന്തായാലും എന്തിന്റെ അടിസ്ഥാനത്തിലായാലും ഒരു മതവിശ്വാസത്തെ, അതിപ്പോൾ ഹിന്ദു മുസ്ലിം മത വിശ്വാസികളെ അപമാനിക്കുന്നതായാലും മുസ്ലിം മതവിശ്വാസികൾ ഹിന്ദുവിനെ അപമാനിക്കുന്ന തരത്തിലായാലും ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്നത് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, അത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഒരാളുടെ വിശ്വാസം അവർക്ക് എന്തൊക്കെയായാലും വലുത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാത്തിടത്താണ് ഇത്തരം പോസ്റ്റുകൾ ശരിക്കും വിശകലനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്തരം പോസ്റ്റുകൾക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തേണ്ടതിന്റെയും ആവശ്യകതകൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.